അണ്ണാ മണ്ടർന്ന് ഇങ്ങോട്ട് പോരി. എവിടുക്കാണ് എന്ത് തിരക്കാണ്? ഇങ്ങോട്ട് പേര് എവിടുക്കാണ് ഈ പോണത്? ഈ മയത്തിൽ കൊണ്ട് സാമാൻ നിമ്മയില്ല. ഇങ്ങോട്ട് പേര് എന്താണ് പ്രശ്നങ്ങൾ? എന്താ പ്രശ്നങ്ങൾ? ഏത് ഒലക്കിക്കാണ് അണ്ണ നിങ്ങൾ ഈ 10 മിനിറ്റ് ഒന്നും ഇരിക്കാതെ ഈ മണ്ടർന്നത്? അനീഷ് ഭായ് റേഷൻ പീടിക്കൊണ്ട് പോകണു. അണ്ണങ്ങള് റേഷൻ പീടിക്ക് പോകാൻ നിർത്തിയോ? നിങ്ങൾക്കൊക്കെ ഇപ്പൊ റേഷൻ പീടിന്റെ സാധനം വാങ്ങിട്ട് വേണോ? എടാ അതല്ലടാ, 6 മാസം കൂടുമ്പോഴേ റേഷൻ കടയിൽ പോയിട്ടേ ഇങ്ങനെ ആക്കണം മാമ. അത് എന്താണ് ഇളക്കറിയില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്? ഇതെന്താ കോരില് ചമ്മന്തി ഇറക്കേ? എടാ 6 മാസം കൂടുമ്പോഴേ കമ്പ്യൂട്ടർ പോയി ഇവിടെ കാട്ടണം മാമ. പുതിയ നിയമം ഇല്ല, റേഷൻ കാർഡ് കട്ടാകും മാമ. പുതിയ ഓരോ നിയമങ്ങള് ജനങ്ങളെ ദ്രോഹിക്കാന്. അങ്ങനെ എല്ലാ നിയമത്തിനെയും കുറ്റം പറയേണ്ട യൂസേ. അനക്കൊക്കെ നല്ല ഉപകാരമുള്ള വേറെ നിയമം വന്നിട്ടുണ്ട്. അതെന്താ നിയമം? ഞാനറിയാത്തൊരു നിയമം. ഓൺലൈനായിട്ട് മദ്യം വീട്ടിലെത്തല്ല പുതിയൊരു നിയമം വരുന്നുണ്ടേ. അതിൽ എനിക്കെന്താ ഗുണം? അണക്കി ബെജാത്തോടത്ത് പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ യൂസേ. അത് മാത്രമല്ല പുള്ളിയെ കുപ്പി തിരിച്ചു കൊടുത്താലേ 20 രൂപ കിട്ടും. അങ്ങനെ ഒരു സമയത്തുണ്ടേ. അത് പിന്നെ നല്ല കുഴപ്പമില്ലാത്തൊരു പദ്ധതിയാണ്. കണ്ടോ, സർക്കാർ അങ്ങനെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇച്ചെപ്പോഴും ഇങ്ങനെ സർക്കാരെ ഞഞ്ഞത്തിങ്ങോട്ട് കയറിക്കോ. കഴിഞ്ഞ ആഴ്ച അതേമാതിരി പോയപ്പോ കുപ്പി കൊടുത്തപ്പോ എനിക്ക് 20 ഉറുപ്പിക കിട്ടിയില്ലേ? അത് ശരിയാണ്. 1000 ഉറുപ്പിന്റെ കുപ്പി വാങ്ങിക്കിന് 20 ഉറുപ്പിക തിരിച്ചു തന്നു. അതിന് ഇജ്ജെന്തിനാ യൂസ് സാധനം വാങ്ങുന്നത്? അനക്ക് കുപ്പി കൊടുത്തിട്ട് 20 ഉറുപ്പിക വാങ്ങിയ പോരെ? അതും 1000 ഉറുപ്പിയുടെ സാധനേ. ചെങ്ങായി, ഒന്നാമത് 800 ഉറുപ്പിന്റെ മുകളിലുള്ള സാധനം വാങ്ങുമ്പോഴാണ് ഈ കുപ്പി തിരിച്ചു കൊടുത്താൽ കായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, സാധനം വാങ്ങണമെന്നും വിചാരിച്ച് പോയതല്ല. അവിടെ ചെന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മളങ്ങനെ നോക്കി ചിരിച്ചുമ്പോൾ നമ്മളെങ്ങനെ ഇത് വാങ്ങാതെ നമ്മൾ പോരും. ഇനിയിപ്പോൾ ഈ കുപ്പിയുടെ പൈസ തിരിച്ചു വാങ്ങാൻ നാളെ പോകണം സാധനം വാങ്ങാൻ.